പൊടിയും കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കുന്നത് ഇനി നോക്കാം. സാധാരണ നമ്മളാരും ഗോതമ്പ് പൊടി കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കാറില്ല. ഗോതമ്പ് വെച്ചിട്ടാണ് സാധാരണ ഉപ്മാവ് ഉണ്ടാക്കാറ്. ഗോതമ്പ് പൊടി കൊണ്ട് ചപ്പാത്തി, പൂരി, അല്ലെങ്കിൽ കോഴിക്കട്ട, അല്ലെങ്കിൽ അട, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കാറ്. പക്ഷെ ഇതേപോലെ ഗോതമ്പ് പൊടി കൊണ്ട് നിങ്ങൾ ഉപ്മാവ് ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നാലും നല്ല ഇഷ്ടമായിരിക്കും. എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ട്രൈ ചെയ്ത് നോക്കി കഴിയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. റെഡി ആക്കിയിട്ട് എടുക്കാനാണെങ്കിലും വലിയ പാടുമില്ല, നല്ല ഈസി ആയിട്ട് തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാം. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് വേണ്ടത്. അപ്പോൾ ഗോതമ്പ് പൊടി നമുക്ക് ഇതേപോലത്തെ ഗ്ലാസ്സിൽ ഒരു 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇടുക. ഒരു 1/2 ഗ്ലാസ് കൂടി എടുക്കുക. ഈ ഗോതമ്പ് പൊടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കും. ചപ്പാത്തിക്കൊന്നും കുഴച്ചെടുക്കണ പോലെയല്ല, നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴക്കില്ലേ, അതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഇത് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലിട്ടിട്ട് ഒന്ന് ആവി കയറ്റിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നീക്കി വയ്ക്കാം. ഇത് ഉപ്മാവ് ആക്കുമ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ബീൻസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ചേർക്കണേനൊന്നും കറക്റ്റായിട്ടൊരു അളവില്ല. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് കുറേശ്ശെ ചേർക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കോൺ വേണമെന്നുണ്ടെങ്കിൽ കോൺ ചേർക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പീസ് ഉണ്ടല്ലോ, ആ പീസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പീസ് കുറച്ച് ചേർക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെജിറ്റബിൾസായിട്ട് ക്യാരറ്റും എടുത്തിട്ടുണ്ട്, ബീൻസും എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഒരു ചെറിയ സവോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരുപാട് ചേർക്കണ്ട. പിന്നെ ഈ ഉപ്മാവിലേക്ക് ചെറുതായിട്ടൊരു പുളിരസം വേണം, അപ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി മുഴുവനായിട്ട് എടുക്കണില്ല, ഈ തക്കാളിയുടെ പകുതിയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ തക്കാളിയും നല്ല പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഇതിലേക്ക് വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കടുക് എടുത്തിട്ടുണ്ട്, പിന്നെ ചെറുപരിപ്പ് എടുത്തിട്ടുണ്ട്. ഈ ചെറുപരിപ്പ് വെച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ചെറുപരിപ്പാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതും ഒന്ന് വറുത്തിട്ട് ചേർക്കാം. അതിങ്ങനെ കടിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. എനിക്ക് നല്ല ഇഷ്ടമാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഇത് രണ്ടാണ് വേണ്ടത്. പിന്നെ ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ എന്തോരം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കണ തേങ്ങ ഇപ്പോൾ നമ്മൾ ആ ഗോതമ്പ് പൊടി എടുത്തേക്കണ ഗ്ലാസ്സിൽ എന്തോരം ഉണ്ടെന്ന് നോക്കാം. ഇതിപ്പോൾ ഈ ഗ്ലാസ്സിൽ ഒരു 3/4 ഗ്ലാസ് തേങ്ങയുണ്ട്. അതിനപ്പോൾ അതിന് കറക്റ്റായിട്ടൊരു അളവ് വേണമെന്നില്ല, ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയ്ക്ക് സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗോതമ്പ് നമ്മൾ പുട്ടുണ്ടാക്കണ പോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഗോതമ്പ് ഒന്ന് നനച്ചിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കണ ഈ ഗോതമ്പ് പൊടി മൈദയൊന്നും മിക്സ് ചെയ്യാത്ത ശരിക്കുള്ള ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വെള്ളം നനച്ചാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പ് എല്ലായിടത്തും അങ്ങോട്ട് ആവില്ല. നമ്മൾ എന്ത് സാധനവും ഇതേപോലെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്ത് പൊടിയിലും നമ്മൾ ഉപ്പിടുമ്പോൾ ഫസ്റ്റ് ഉപ്പിട്ട് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നനച്ചാൽ മതി. ഇതിലേക്ക് വെള്ളം ചേർക്കുക. വെള്ളം ചേർക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് കൊടുക്കുക. കാരണം ഒരുപാട് വെള്ളം ആവരുത്, ഒന്ന് പൊടിയൊന്നും നനഞ്ഞാൽ മതി. നമ്മൾ ചപ്പാത്തിക്ക് പൊടി കുഴച്ചിട്ട് എടുക്കണ പോലെ അതേപോലെ പൊടി നനച്ചിട്ട് എടുക്കരുത്. അപ്പോൾ ഞാനിവിടെ ഈ ഗോതമ്പ് പൊടി എടുത്തേക്കണ ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് എന്തോരം വെള്ളം ചേർത്തേന്നുള്ളത് ചേർത്ത് കഴിയുമ്പോൾ പറയട്ടെ. വെള്ളം ഇതേപോലെ ഇങ്ങനെ തെളിച്ചിട്ട് ചേർക്കാം. അല്ലെങ്കിൽ എന്താ, ഒരു സ്ഥലത്ത് തന്നെ നമ്മളങ്ങോട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വീടിന അവിടെയുള്ള ആ പൊടി അങ്ങോട്ട് നനഞ്ഞ് അങ്ങോട്ട് കുതിർന്ന പോലെയാവും. പൊടി ഒന്ന് നനഞ്ഞിട്ടുണ്ട്, ഒന്നും കൂടി കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഈ 1/4 ഗ്ലാസ് വെള്ളം മുഴുവനും ചേർത്തിട്ടുണ്ട്. അതിപ്പോൾ വെള്ളം ഒഴിച്ച് വഴിക്കുന്ന കൈ കൊണ്ട് പെട്ടെന്ന് കൊണ്ട് മിക്സ് ചെയ്യണം കേട്ടോ.
അപ്പോൾ നമ്മൾ പൊടി നനച്ചെടുത്ത് കഴിയുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം. ഇതിപ്പോൾ ഇങ്ങനെ ഒട്ടും സോഫ്റ്റ് അല്ലാണ്ടാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ കണ്ടത് ഇങ്ങനെ ആകെ ഇങ്ങനെ പിരിഞ്ഞ പോലെയാണ് ഇരിക്കുന്നത്, പിരി പോലെയാണ് ഇരിക്കുന്നത്. ഇത്രയ്ക്ക് നനവ് ഈ പൊടിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ പൊടി നമുക്ക് ഒന്ന് ആവി കയറ്റിയിട്ട് എടുക്കണം. ഞാനിവിടെ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് ഇത് ആവി കയറ്റാൻ വേണ്ടിയിട്ട് പോണത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇഡ്ഡലി തട്ട് ഒന്നും ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടുണ്ടാക്കണ പുട്ടുംകണയുണ്ടല്ലോ, പുട്ടുംകണയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയിട്ട് എടുത്താലും മതി. അപ്പോൾ നമുക്ക് കുറേശ്ശേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ അപ്പോൾ ഇഡ്ഡലി തട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് അങ്ങോട്ട് ഇടാം നമുക്ക്. അപ്പോൾ ഇതൊന്ന് ആവി കയറ്റിയിട്ട് എടുക്കാം. ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് ആവി വന്നാൽ മതി. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ തട്ട് വയ്ക്കാം. ഒരുപാട് വെള്ളമൊന്നും വെക്കണ്ട. ഞാനിതിലേക്ക് ഇപ്പോൾ ഒരു 1.5 ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണം ഈ ഗോതമ്പ് ചേർക്കാം. ഇത് മൂടി വയ്ക്കാം. അപ്പോൾ ഇതിനകത്തുനിന്ന് നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആവി വന്നു കഴിഞ്ഞിട്ടും ഞാനിവിടെ ഒരു 5 മിനിറ്റ് ഇതേപോലെ തന്നെ തീ നന്നായിട്ട് കൂട്ടി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഗോതമ്പൊടി വെന്തിട്ടുണ്ട്. അപ്പോൾ വെന്ത് കഴിയുമ്പോൾ ഇതേപോലെ ഇരിക്കണം. വെള്ളം കാനം കൂടിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ ഒരു അട പോലെ ആയിപ്പോവും. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇതൊന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് നല്ലൊരു പൊടി പോലെ കിട്ടും. എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുക. അപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കുക. അല്ലെങ്കിൽ ആ ചൂടോട് കൂടിയിട്ട് ഇതിനകത്ത് നിന്ന് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഒരു ചെറിയ ചൂടുണ്ടായിരുന്നാലും കുഴപ്പമില്ല. ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതൊന്ന് പൊടിഞ്ഞ് കിട്ടും നമുക്ക്. അപ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഈ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ കറക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു തരി പോലെയുണ്ട്, പക്ഷേ അത് കുഴപ്പമില്ല. അങ്ങനെ ആയിരിക്കുമ്പോഴായിരിക്കും ഉപ്പുമാവ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഭയങ്കര പൊടിയായിട്ടുണ്ടെങ്കിൽ ഉപ്പുമാവ് കഴിക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ എല്ലാവരും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ചേർക്കാം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുപയർ പരിപ്പ് ചേർക്കാം. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പരിപ്പാട്ടത്. ഈ പരിപ്പ് ഒരു ഗോൾഡൻ കളറാവണം. തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ കടുക് കരിഞ്ഞു പോകും. കടുക് ഒരു പകുതി കൊണ്ട് പൊട്ടി തുടങ്ങുമ്പോൾ ഈ ചെറുപയർ പരിപ്പ് ചേർക്കാം. ഇപ്പോൾ ഈ പരിപ്പും ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. സവോളയും ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. ഈ സവോള മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറാവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. സവോള ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ചേർക്കാം. അപ്പോൾ സവോള ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാരറ്റും ബീൻസും ചേർക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ടേസ്റ്റിന് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. ഇനി തീ പതുക്കൊന്ന് കുറച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം. ഈ വെജിറ്റബിൾസ് ഒന്ന് വെന്ത് ഒരുപാട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പോണ്ട. ഇത് ഞാനിവിടെ ഒരു 5 മിനിറ്റ് തീ നന്നായിട്ട് കുറച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാരറ്റും ബീൻസൊക്കെ വെന്തിട്ടുണ്ട്. ഇനി തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇതിലേക്ക് ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ പകുതി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് ചേർക്കാം. അതെനിക്കിങ്ങനെ തക്കാളിയും കൂടിയും ചേർത്തേക്കുന്ന ടേസ്റ്റാണ് കുറച്ചും കൂടി ഇഷ്ടം. കാരണം ചെറുതായിട്ട് ഒരു പുളിരസം കൂടിയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തക്കാളി വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി തക്കാളി ഇതിനകത്ത് കിടന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. തക്കാളിക്ക് പെട്ടെന്നാണ് വേവും. ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ഇനി ഇത് മൂടി വയ്ക്കേണ്ട, തുറന്ന് വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ക്യാരറ്റ് ആയിരുന്നാലും ബീൻസൊക്കെ ആയിരുന്നാലും ഒന്ന് മുരിഞ്ഞ് വരികയും ചെയ്യും. തക്കാളി ആയിരുന്നാലും വെന്തും കിട്ടും. ആ തക്കാളിയുടെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവില്ല, ഒന്ന് മുരിഞ്ഞ പോലെ വരും. കണ്ടോ, വെജിറ്റബിൾസൊക്കെ ആയിരുന്നാലും ഒന്ന് എല്ലാവരും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്.
അല്ലെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ മൂടിയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ നമ്മൾ വേവിച്ചിട്ട് എടുക്കുമ്പോൾ അതൊക്കെ ആകെയാണ്ട് കുഴഞ്ഞ പോലെയൊക്കെ ആവും. നമ്മളൊന്ന് തുറന്ന് വെച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ചേർക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. ഈ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് തെളിച്ച് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം കൊണ്ട് ഒഴിക്കേണ്ട, കൈ കൊണ്ട് ഒന്ന് തെളിച്ച് കൊടുക്കുക. ഒന്ന് ഇത് ചെറുതായിട്ടൊന്ന് കുതിർന്ന പോലെ വരണം. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ഏകദേശം ഒരു 1/4 ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം ഞാൻ തെളിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ഒറ്റയടിക്ക് ഒഴിക്കണ്ട, എന്നാൽ തെളിച്ച് കൊടുത്താൽ മതി. ഞാൻ വെള്ളം തെളിച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പുമാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ചിട്ട്, എന്തോരം നമുക്ക് തീ കുറച്ച് വെക്കാമോ അത്രയ്ക്കും കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് ഇതെല്ലാത്തിൻ്റെ ടേസ്റ്റ് എല്ലാവരും കൂടിയിട്ട് ഒന്ന് മിക്സായിട്ട് വരും. ഈ ഉപ്പുമാവ് കണ്ട, ഉപ്പുമാവ് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുക. അത് ലാസ്റ്റ് അതേപോലെ നമ്മൾ വെള്ളം തെളിച്ച് കൊടുക്കണം. അപ്പോഴായിരിക്കും ഉപ്പുമാവ് ഇതേപോലെ ഇങ്ങനെ സോഫ്റ്റായിട്ട് വരാം. അല്ലെങ്കിൽ ഉപ്പുമാവ് കുറച്ച് ഇങ്ങനെ അത്രയ്ക്കാണ്ട് സോഫ്റ്റ് അല്ലാത്ത പോലെ ഇരിക്കും. ഈ ഉപ്പുമാവ് ഒരു സർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടിയും കൊണ്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ഐഡിയ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ട്രൈ ചെയ്തു. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കും എന്തായിരുന്നാലും നല്ല ഇഷ്ടമാവും. സാധാരണ നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊണ്ടാണല്ലോ ഇതേപോലെ ഇങ്ങനെ ഉണ്ടാക്കാറുള്ളത്. ഇതേപോലെ എനിക്കാണ് ഗോതമ്പ് പൊടി കൊണ്ട് അങ്ങനെ ആരും ഉണ്ടാക്കാറില്ലെന്ന് തോന്നണം. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ചപ്പാത്തി കഴിച്ചിട്ട് മടുക്കുമ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യാമെന്നുണ്ടെങ്കിൽ കുറേ പേർക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും.